ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ്. എന്താണ് ഗീത? നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഗീതയുടെ മഹത്വം? മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃതസ്നാനം സംസാരമലനാശനം. എന്താ? മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃതസ്നാനം സംസാരമലനാശനം. നിത്യവും ജലത്തിന് സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിക്ക് ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാക്കാൻ കഴിയും, അല്ലെ ഇല്ലാതാകുന്നു. ഇത് ഗീതാമാഹാത്മ്യത്തിൽ പറയുന്ന കാര്യമാണ്. ഭാരതാമൃത സർവസ്വം വിഷ്ണു, ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാത് വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. എന്താണ്? ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാത് വിനിസൃതം. ഇത് ഭാരതത്തിൻ്റെ സാരാമൃതമാണ് ഭഗവത്ഗീത. അതും ഭഗവാന്റെ, വിഷ്ണുവിൻ്റെ, ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിക്കുന്നത് ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത് ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ? ഇതാണ് അങ്ങനെയുള്ള ഒരു മഹത്തായ ഗ്രന്ഥത്തിലൂടെയുള്ള യാത്രയാണ്. എന്താണ് ഈ ഗ്രന്ഥത്തിലൂടെയുള്ള യാത്ര കൊണ്ട് നമ്മൾ നേടുന്നത്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് 18-ാമത്തെ അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ, എല്ലാ തരത്തിലുള്ള മതങ്ങളെയും ഉപേക്ഷിക്കുക, അഭിപ്രായങ്ങളെ ഉപേക്ഷിക്കുക. മാമേകം ശരണം വ്രജ, എന്നെ ശരണം പ്രാപിക്കുക. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ, ഞാൻ നിങ്ങളെ എല്ലാ പാപഫലങ്ങളിൽ നിന്നും രക്ഷിക്കാം. ഇനിയൊരു ജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കാം. അതാണ് ഗീതയുടെ മഹത്വം. അങ്ങനെയുള്ള ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. ആ ഭഗവത്ഗീതയുടെ പ്രഥമ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ, അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈനിക നിരീക്ഷണമെന്ന് വേണമെങ്കിൽ പറയാം. ആ 11-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. 10-ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ സൈന്യത്തെ ഒന്ന് വിലയിരുത്തുന്നു ദുര്യോധനൻ. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന എൻ്റെ സൈന്യം അതിവിപുലമാണെന്നും ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവ സൈന്യം ശോഷിച്ചതാണെന്നും പറഞ്ഞിട്ട് ദുര്യോധനൻ തൻ്റെ സൈനികരോട് പറയുന്നു, ഭീഷ്മം ഏഭാവിരക്ഷന്തു, നിങ്ങളെല്ലാവരും അയനേഷു സർവേഷു യഥാഭാഗം അവസ്ഥിത, വേണ്ട സ്ഥാനങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് സർവ്വസൈന്യാധികനെ രക്ഷിക്കാൻ പറയുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോൾ ഭീഷ്മർക്കൊരു കാര്യം ഉറപ്പായി. പൗത്രൻ്റെ അന്തർഗതം എന്താണെന്ന് മനസ്സിലായി. ആ പൗത്രനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ഭീഷ്മർ എന്താ ചെയ്തതെന്ന് നോക്കൂ. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യ ഉച്ഛൈഹി ശംഖം ദത്മൗ പ്രതാപവാൻ. അത് പദച്ഛേദം നോക്കൂ. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛൈഹി ശംഖം ദത്മൗ പ്രതാപവാൻ. ആ ശംഖം മുഴക്കി ഭീഷ്മര്. എങ്ങനെ? പ്രതാപവാൻ, പ്രതാപശാലിയും, കുരുവൃദ്ധ, കുരുക്കളില് മൂത്തവനും, പിതാമഹ മുതുമുത്തച്ഛനും, തസ്യ അദ്ദേഹത്തിന്, ദുര്യോധന്, ഹർഷം സന്തോഷം, സംജനയൻ ജനിപ്പിച്ചുകൊണ്ട്, ഉച്ചൈഹി ഉറക്കെ, സിംഹനാദം വിനദ്യ സിംഹത്തിൻ്റേതുപോലെ തൻ്റെ ശബ്ദം ധ്വനിപ്പിച്ച്, പിന്നെ ശംഖം ശംഖ ദത്മൗ ഊതി. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധൻ ആഹ്ലാദം ജനിപ്പിക്കുമാറ് ഒരു സിംഹനാദം അങ്ങോട്ട് പുറപ്പെടുവിച്ച ശേഷം തൻ്റെ ശംഖെടുത്ത് ഊതി തൻ്റെ പൗത്രന് കുറച്ച് സന്തോഷം ജനിപ്പിക്കുമാറ് അത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ശംഖനാദം മുഴങ്ങുകയായി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം എന്താ സംഭവിച്ചേ? തഥ ശംഖാഹ ച ഭേര്യഹ ച പണവാനക ഗോമുഖാഹ സഹ സ ഏവ
അഭ്യഹന്യന്ത സഹസൈവാഭ്യഹന്യന്ത സഹ ശബ്ദസ്തുമുലഃ അഭവത് സ ശബ്ദസ്തുമുലോഭവത്. അതായത് തത ശംഖശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സ ശബ്ദസ്തുമുലോഭവത്. തതഃ പിന്നെ ശംഖഃ ച ശംഖുകളും ഭേര്യഃ ച ചെണ്ടകളും പണവാനക ഗോമുഖാഃ പണവങ്ങളും പെരുമ്പറകളും ഗോമുഖങ്ങളും സഹസ ഏവ പെട്ടെന്ന് തന്നെ അഭ്യഹന്യന്ത ഒരേ സമയത്ത് മുഴക്കപ്പെട്ടു. സഹശബ്ദ ആ ശബ്ദം തുമുലഹ ഒന്നിച്ച് ചേർന്ന് ആഘോഷമായി എല്ലാ ദിക്കിലും നിറഞ്ഞതായി അഭവത്ത് ഭവിച്ചു. ഒരു വല്ലാത്ത മേളം തന്നെ, ഒരു ഉത്സവമേളം, ഒരു ലഹരി, യുദ്ധത്തിൻ്റെ ലഹരി. സൈനികനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു ലഹരിയാണ്. തൻ്റെ കർത്തവ്യം ചെയ്യാൻ കിട്ടുന്ന അവസരം എല്ലാം മറക്കുന്നു സൈനികൻ. കുടുംബബന്ധങ്ങൾ മറക്കുന്നു, വ്യക്തിബന്ധങ്ങൾ മറക്കുന്നു, എല്ലാ ബന്ധങ്ങളും മറന്ന് തൻ്റെ ഉത്തരവാദിത്വം കയ്യിലേന്തി ആയുധവുമായി ഇറങ്ങിത്തിരിക്കുന്ന സൈനികൻ ഒരു ഹിപ്നോട്ടൈസ് സംഭവിച്ച പോലെയാണ്. അവന് യുദ്ധം ഒരു ഹരമാണ്. പിന്നെ അവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ആ ജീവൻ ത്യജിക്കാനും സന്നദ്ധനായി ഇറങ്ങിത്തിരിക്കുന്നു. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. എല്ലാവരും അവരുടെ ശംഖം മുഴക്കുന്നു. ശംഖ, ഭേര്യ, താളമാളങ്ങൾ ഇല്ലേ, ശംഖം, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം ഉയർന്നു. യുദ്ധരംഗം സജീവമായി. ഇപ്പോൾ ഒരു കാഴ്ച അതാ ദൂരെ നമുക്ക് കാണാൻ കഴിയുന്നു അല്ലേ. തതഃ ശ്വേതൈഹി ഹൈഹി യുക്തേ സെന്ധനേ മഹതി സെന്ധനേ സ്ഥിതോ മാധവ പാണ്ഡവാഃ ചയേവ ദിവ്യൗ ശംഖോ പ്രദത്മധു. അങ്ങ് ദൂരെ ഒരു കാഴ്ച കാണുന്നു. എന്താണ്? തതഃ ശ്വേതൈഹി ഹയൈഹി യുക്തൈ മഹതി സെന്ധനേ സ്ഥിതൗ മാധവഃ പാണ്ഡവഃ ച ഏവ ദിവ്യൗ ശംഖോ പ്രദത്മധു. മറുവശത്ത് തതഃ പിന്നെ ശ്വേതൈ വെളുത്ത, ഹൈഹി കുതിരകളെ, യുക്തേ പൂട്ടിയ കുതിരകളെ കൂട്ടിയ, മഹതി വലിപ്പമേറിയ, സെന്ധനെ തേരിൽ, സ്ഥിതി ചെയ്തുകൊണ്ട്, മാധവ ഹരേ കൃഷ്ണ ലക്ഷ്മീപതിയായ കൃഷ്ണനും, പാണ്ഡവഃ ച പാണ്ഡവനും പാണ്ഡുപുത്രനായ അർജുനനും, ദിവ്യങ്ങളായ ശംഖുകൾ പ്രദത്മധു വിളിച്ചു ഊതി. മറുവശത്ത് അതാ വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം വരുന്നു. ആ മഹത്തായ സെന്ധനത്തിൽ, മഹത്തായ രഥത്തിൽ സാക്ഷാൽ നാരായണമൂർത്തി, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ഒപ്പം പാണ്ഡുപുത്രനായ അർജുനനും നരനാരായണന്മാരുടെ വരവായി അല്ലേ. അവർ പതുക്കെ ശംഖ് വിളിക്കാൻ തുടങ്ങുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തദശ്വേതൈർഹൈർയുക്തേ മഹതി സെന്ധനേ സ്ഥിതൗ മാധവ പാണ്ഡവ ചൈവ ദിവ്യൗ ശംഖോ പ്രദത്മധു അല്ലേ. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ശംഖങ്ങൾ മുഴക്കുന്നു. ഭീഷ്മരുടെ ശംഖവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ് അല്ലേ. ഭീഷ്മരുടെ ശംഖം പോലെ അല്ല അല്ലേ. നരനാരായണന്മാരാണ് വരുന്നത്. വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഭഗവാൻ ആ രഥം തെളിക്കുന്നു. നരന് തേരാളിയായി നാരായണൻ, നമ്മുടെ ജീവനെ പോലെ അല്ലേ. നമ്മുടെ ശരീരമാകുന്ന രഥം അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ശരിക്കും അല്ലേ. നരന് നാരായണൻ തേരാളിയായി. ഹരേ കൃഷ്ണ. ആ കാഴ്ചയാണ് കാണുന്നത്. ആ ശംഖം കൂടി നമുക്കൊന്ന് നോക്കാം. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമകർമാവൃഗോദര അല്ലേ. പാഞ്ചജന്യം ഹൃഷീകേശോ, ഭഗവാൻ കൃഷ്ണൻ ഹൃഷീകേശൻ, എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഹൃഷീകേശൻ. അപ്പോൾ ആ രഥത്തിൻ്റെ ഉദ്ദേശം എന്താ? 5 കുതിരകളെ, വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം അല്ലേ. ഇന്ദ്രിയങ്ങളെ പൂട്ടിയ 5 ഇന്ദ്രിയങ്ങളെ പൂട്ടിയ രഥം, ശരീരമാകുന്ന രഥം, മനസ്സാകുന്ന കടിഞ്ഞാൺ. നോക്കൂ, അതിൽ യോദ്ധാവായി ഞാനെന്ന ഭാവത്തോടെ അർജുനൻ. പക്ഷേ ആ തേര് തെളിക്കുന്ന ആരാ? സാക്ഷാൽ നാരായണമൂർത്തി. ഹരേ കൃഷ്ണ അല്ലേ. നമ്മുടെ ജീവിതവുമായും തട്ടിച്ചു നോക്കിക്കേ.
അവിടെ നിന്നുകൊണ്ട് ഭഗവാൻ പാഞ്ചജന്യം മുഴക്കുന്നു. പാഞ്ചജന്യം ഹൃഷീകേശോ. സാക്ഷാൽ നാരായണമൂർത്തി പാഞ്ചജന്യത്തിൽ നിന്ന് വീണ്ടെടുത്ത പാഞ്ചജന്യം എന്ന ശംഖു മുഴക്കുന്നു. പാഞ്ചജന്യം ഹൃഷീകേശോ. ദേവദത്തം ധനഞ്ജയ. ധനഞ്ജയൻ, ധനത്തെ ജയിച്ചവൻ അർജുനൻ ദേവദത്തം എന്ന ശംഖൂതുന്നു. പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മോ മൃഗോദര. ഭീമമായ കർമ്മങ്ങൾ ചെയ്യുന്ന വയറൻ, മൃഗോദരൻ വയറൻ അല്ലേ, എപ്പോഴും വിശക്കുന്നവൻ. ആരാ? ഭീമൻ. ഭീമകർമ്മം ചെയ്യുന്ന മൃഗോദരൻ, അവനും ഒരു ശംഖം വിളിക്കുന്നു. എന്താ? പൗണ്ഡ്രം ദത്മൗ. ഭീമന്റെ ശംഖിന്റെ പേരെന്താണ്? പൗണ്ഡ്രം. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. ഇനി എന്താണ്? അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര. നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. സ നകുലഃ സഹദേവഃ ച സുഘോഷമണിപുഷ്പകൗ. അനന്തവിജയം രാജ. അനന്തവിജയം എന്ന ശംഖ് രാജ. കുന്തിപുത്രോ യുധിഷ്ഠിര. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖം മുഴക്കുന്നു. നകുലഃ സഹദേവശ്ച. നകുലനും സഹദേവനും സുഘോഷമണിപുഷ്പകവും, സുഘോഷവും മണിപുഷ്പകവും ശംഖം മുഴക്കുന്നു. ശംഖനാദം മുഴങ്ങി. മഹാമാരിയുടെ മഹായുദ്ധത്തിൻ്റെ ശംഖം മുഴങ്ങി. മഹാഭാരത യുദ്ധത്തിൻ്റെ അധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ എപ്പോഴാണോ പാഞ്ചജന്യം മുഴങ്ങിയത്, ഹരേ കൃഷ്ണ അല്ലേ, എല്ലാവരെയും നടുക്കിക്കൊണ്ട് പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാ മൃഗോദര. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര. നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകോ. ആ മഹായുദ്ധത്തിനുള്ള അല്ലേ, ആ മഹായുദ്ധത്തിനുള്ള ശംഖനാദം മുഴങ്ങിക്കഴിഞ്ഞു. ഹരേ കൃഷ്ണ. നമുക്ക് പ്രതീക്ഷയോട് തുടർഭാഗം കാത്തിരിക്കാം. എല്ലാ സജ്ജനങ്ങളും ഭഗവത്ഗീത വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പഠിക്കുക, അതുപോലെ തന്നെ പഠിപ്പിക്കുക.